ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മളിന്ന് ഫസ്റ്റ് ഇയറിലെ നമ്മുടെ ക്ലാസ്സുകളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഫോക്കസ് ഏരിയയിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണ് എന്ന് നമ്മളങ്ങോട്ട് വിശ്വസിക്കുകയാണ്. എന്ത്? ഫിസിക്സ്. നിങ്ങൾക്കറിയാം, ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡ് ഫ്യൂസിസ് എന്ന് ഡിറൈവ് ചെയ്തതാണ്. ആൻഡ് ഇറ്റ്സ് ഇംഗ്ലീഷ് മീനിങ് ഈസ് നേച്ചർ. ഫിസിക്സിൻ്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേച്ചർ. അറിയൂ. അപ്പോൾ നേച്ചറിനെ കുറിച്ചുള്ളൊരു സ്റ്റഡി, നാച്ചുറൽ ഫിനോമിനകളെ കുറിച്ചുള്ള സ്റ്റഡി, അതാണ് ഫിസിക്സ്. സോ ഫിസിക്സ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ ഫിനോമിന. ഫിസിക്സ് പ്രകാരം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നേച്ചറിലെ ഫോഴ്സസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഫിസിക്സിൽ നേച്ചറിനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ഫോഴ്സുകളാലാണ്. ഇപ്പം നിങ്ങൾക്ക് നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് വെച്ചാൽ ഒരു സോളാർ സിസ്റ്റമുണ്ട്. സൺ അതിൻ്റെ സെൻറ്ററിൽ, പ്ലാനറ്റ്സൊക്കെ അതിന് ചുറ്റും, പ്ലാനറ്റ്സിനെ ചുറ്റി സാറ്റലൈറ്റ്സ്. ഇനി കുറച്ചുകൂടി താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ആറ്റം ഉണ്ടാവും. ആറ്റത്തിൽ സെൻറ്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഉണ്ടാവും. നോക്കൂ, നേച്ചറിനെ ഡിസൈൻ ചെയ്യിക്കുന്നത് ചില ഫോഴ്സുകൾ വെച്ചിട്ടാണ്. ആ ഫോഴ്സിനെ നമ്മൾ ആക്ച്വലി ഫണ്ടമെൻ്റലായ കുറേ ഫോഴ്സുകളുണ്ട്, കുറേ ബേസിക് ഫോഴ്സുകളുണ്ട്. ബാക്കി നമ്മൾ പറയുന്ന ഫോഴ്സുകളൊക്കെ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഫോഴ്സുകളാണെന്ന് മനസ്സിലായിക്കൊള്ളണം. അപ്പം നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നേച്ചറിലെ ഫണ്ടമെൻ്റലായ ഫോഴ്സുകളെ കുറിച്ചിട്ടാണ്. ഫണ്ടമെൻ്റൽ ഫോഴ്സസ്. നമ്പർ 1 ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതൊരു ഫണ്ടമെൻ്റൽ ഫോഴ്സാണ്. മാസുള്ള ഏത് ബോഡികൾ തമ്മിലും ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. M1 M2 മാസുള്ള രണ്ട് ബോഡികൾ ആ ഡി സെപ്പറേഷനിൽ ഇരുന്നാൽ ഈ രണ്ട് ബോഡിക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് Gm1 M2 by d square. M1 M2 masses of the two bodies respectively, and d is the separation between the two bodies. ക്യാപിറ്റൽ G എന്ന് പറയുന്നത് ഒരു ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നമുക്ക് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വറീഡ് ആകണ്ട. എന്തായാലും ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ഫോഴ്സാണ്. ഇതിൻ്റെ നേച്ചർ അട്രാക്ഷൻ മാത്രമാണ്. ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. രണ്ട് മാസമുള്ള ഏത് ബോഡി എടുത്താലും, എന്ന് വെച്ചാൽ മാസമുള്ള രണ്ട് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണും എർത്തും എടുത്താൽ, നിങ്ങൾ രണ്ട് ആൾക്കാർ തമ്മിൽ, ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും തമ്മിൽ മാസ് ഉണ്ടോ, അവിടെ എന്തുണ്ടാവും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആൻഡ് മോറോവർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ വീക്കസ്റ്റ് നോൺ ഫോഴ്സ് ഓഫ് നേച്ചർ. നേച്ചറിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. മാസുള്ള പാർട്ടിക്കിൾസിന്, ബോഡീസിന് തമ്മിൽ എന്തുണ്ടാവും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഒറ്റ നേച്ചറേ ഉള്ളൂ. എന്ത് നേച്ചറാണ്? അട്രാക്റ്റീവ് ഇൻ നേച്ചർ. ഇത്രയും മനസ്സിലായി. രണ്ടാമത്തെ ഫണ്ടമെൻ്റൽ ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതിൽ എന്തും വരും. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് നമ്മൾ കൊടുക്കുന്നതാണെന്നല്ലേ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇതിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. വൺ ഈസ് പ്ലസ് ക്യൂ ചാർജ് ആൻഡ് അതർ ഈസ് മൈനസ് ക്യൂ ചാർജ്. സെപ്പറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 സെപ്പറേഷനിലാണെങ്കിൽ ഇവന്മാരുടെ ഇടയിലുള്ളൊരു ഫോഴ്സ് ഉണ്ടാവും. ഇതേപോലെ അവിടെ വേറൊരു കോൺസ്റ്റൻറ്റ് വരും, Q1. ഓക്കെ, അതർ ഈസ് Q2. ഓക്കെ, Q1 Q2 by R squared. രണ്ടും പ്ലസ് ആണെന്നിരുന്നോട്ടെ, രണ്ട് ചാർജും പ്ലസ് ആണെന്നിരുന്നോട്ടെ, ലൈക്ക് ചാർജസ് എന്ന് നമ്മൾ പറയും.
പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ മാസിന്റെ സ്ഥാനത്ത് ചാർജുകളെ ഞാൻ എഴുതി, സെപ്പറേഷൻ ഓഫ് ഡി എങ്കിൽ ഡി, ആർ എങ്കിൽ ആർ, ഡി എന്ന് കൊടുത്തു, ഡി സ്ക്വയർ. ഇവിടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അത് നമ്മുടെ സെക്കൻഡ് ഇയർ ഫിസിക്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ്, ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. ഇത് ലൈക്ക് ചാർജസ് ആകാം. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചാർജുകൾ രണ്ട് തരമുണ്ട്, പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. സിമ്പലുകൾ പ്ലസും മൈനസും ഉപയോഗിക്കുന്ന പോലെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ലൈക്ക് ചാർജസ് ആണ് ഇത് രണ്ടും, പ്ലസും പ്ലസും. അപ്പം നേച്ചർ റിപ്പൽഷൻ. ഇനി നെഗറ്റീവ് ആയിരുന്നെങ്കിലും റിപ്പൽഷൻ. ബട്ട് അൺലൈക്ക് വന്നാൽ, ഒന്ന് പ്ലസും മറ്റേത് മൈനസും വന്നാൽ അവിടെ അട്രാക്ഷനാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെ അല്ല ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് അറിയുക. അത് അട്രാക്ഷനും ആകാം റിപ്പൽഷനും ആകാം. നേച്ചർ മാറിയേ. നേരത്തെ പറഞ്ഞതുപോലെ ഇൻവേഴ്സ് സ്ക്വയറിലായ ഡിപ്പെൻഡ് ചെയ്യും. എന്താ ഇൻവേഴ്സ് സ്ക്വയറില എന്ന് പറഞ്ഞാൽ സെപ്പറേഷനുമായിട്ടുള്ള ഫോഴ്സിന്റെ ബന്ധം നിങ്ങൾ നോക്കിയാൽ അറിയാം. ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രിപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് എന്നാണ്. അതാണ് ഇതിന് രണ്ടിൻ്റെയും പ്രത്യേകത. അപ്പോൾ ഇൻവേഴ്സ് സ്ക്വയറിലായി ഒബേ ചെയ്യും. നോക്കൂ, ഫോഴ്സ് എന്ന് പറയുന്നത് മാസിന് പ്രപ്പോർഷണലാണ്, ചാർജിന് പ്രപ്പോർഷണലാണ്. പക്ഷെ ഡിസ്റ്റൻസുമായി നോക്കുമ്പോൾ ഇൻവേഴ്സ് സ്ക്വയറിലായ ഒബേ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു എന്താണ്, ഫണ്ടമെൻ്റൽ ഫോഴ്സാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ ഫോഴ്സാണ്. ഇനി തേർഡ് ഈസ് ന്യൂക്ലിയർ ഫോഴ്സ്. പേരിൽ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലൂ ഉണ്ട്. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഫോഴ്സ് എക്സിസ്റ്റ് ഓൺലി ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റം എടുക്കുകയാണ്, ഇതൊരു ആറ്റം നിങ്ങൾ ഇമാജിൻ ചെയ്താൽ ഒരു ഡോട്ട് കൊണ്ടേ നിങ്ങൾക്ക് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റൂ? ന്യൂക്ലിയസിനെ. ഇപ്പം ന്യൂക്ലിയസിനെ സാറിന് ആറ്റത്തിൻ്റെ റേഡിയസിനെ പറയുന്നത് യൂണിറ്റ് ആങ്സ്ട്രം എന്ന് പറയുന്ന യൂണിറ്റാണ്. ഒരു ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റേഴ്സാണ്. പക്ഷെ ഈ ആറ്റത്തിൻ്റെ സെൻട്രൽ പാർട്ടായ ന്യൂക്ലിയസിൻ്റെ സൈസിനെ പറയുന്നത് ഫെർമി എന്ന് പറയുന്ന യൂണിറ്റിലാണ്. എന്താടാ ഫെർമി? ഒരു ഫെർമി എന്ന് പറഞ്ഞാൽ 10⁻15 മീറ്റേഴ്സാണ്. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ചെറിയ ഡിസ്റ്റൻസിൽ എന്ന് വെച്ചാൽ ഷോർട്ട് റേഞ്ചിൽ മാത്രമേ എന്ത് കാണൂ? ന്യൂക്ലിയർ ഫോഴ്സ് കാണൂ. ഫോഴ്സിൻ്റെ നേച്ചർ അട്രാക്ഷനാണ്. ന്യൂക്ലിയസിൽ ആരൊക്കെ ഉണ്ട്? ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ആരൊക്കെ ഉണ്ട്? ആലോചിച്ചൊക്കെ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പറയും പ്രോട്ടോണും ഉണ്ട് ന്യൂട്രോണും ഉണ്ട്. അതിന് ചുറ്റുമാണ് ആരുള്ളത്? ഓർബിറ്റുകളിൽ ഇലക്ട്രോൺസ്. പ്രോട്ടോണിന് എന്ത് ചാർജ്? പോസിറ്റീവ് ചാർജ്. ന്യൂട്രോണിന് ന്യൂട്രലാണ്. അപ്പോൾ അവിടെ ആരൊക്കെ തമ്മിൽ ഫോഴ്സ് വരാം? രണ്ട് പ്രോട്ടോണുകൾ തമ്മിൽ ഫോഴ്സ് വരാം. പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ ഫോഴ്സ് വരാം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ഉണ്ട് ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ ഫോഴ്സുകൾ ആരൊക്കെ തമ്മിൽ വരാം? പ്രോട്ടോണും തമ്മിൽ വരാം. ഇനി ആരൊക്കെ വരാം? പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ വരാം. ഇനി ആരൊക്കെ വരാം? ന്യൂട്രോണും തമ്മിൽ വരാം. ഈ മൂന്ന് ഫോഴ്സിനും ഒരേ മാഗ്നിറ്റ്യൂഡാണ്. എന്ന് പറഞ്ഞാൽ ചാർജ് ഉള്ളവനും ചാർജ് ഇല്ലാത്തവനും തമ്മിലും ചാർജുകൾ നോക്കൂ, ചാർജ് ഉള്ളവനും ചാർജ് ഇല്ലാത്തവനും ചാർജ് ഇല്ലാത്തവർ തമ്മിലുള്ള ഫോഴ്സ് സെയിം ആണെങ്കിൽ ചാർജിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഏത്? ന്യൂക്ലിയർ ഫോഴ്സ്. ഇപ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് ചാർജിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ന്യൂക്ലിയസിനകത്ത് മാത്രമേ ഉള്ളൂ. ഷോർട്ട് റേഞ്ച് ആണ്. എന്ന് വെച്ചാൽ ഈ പ്രോട്ടോൺ ഉണ്ടല്ലോ, ന്യൂക്ലിയസിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് പ്രോട്ടോണുകൾ തമ്മിൽ റിപ്പൽഷൻ ആയിരിക്കും. പിന്നെ അവിടെ എന്തല്ല? അട്രാക്ഷൻ. അപ്പോൾ ഇതൊരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ഇവന്മാർ രണ്ടും അങ്ങനെയല്ല, ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ക്ലിയർ? അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, വീക്കസ്റ്റ് നോൺ ഫോഴ്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, പിന്നെ ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. ആൻഡ് റിമെമ്പർ ദാറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് നോൺ ഫോഴ്സ്. നമുക്കറിയാവുന്നതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ഫോഴ്സാണ്? ന്യൂക്ലിയർ ഫോഴ്സാണ്. ഇനി ഒരു ഫണ്ടമെൻ്റൽ ഫോഴ്സ് കൂടെ നേച്ചറിലുണ്ട്, പ്രകൃതിയിലുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്.
വീക്ക് ന്യൂക്ലിയർ. ഈ വീക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഉടൻ പറയും ഫണ്ടമെൻ്റലിൽ ഏറ്റവും വീക്ക് ആരാണ്? വീക്ക് ന്യൂക്ലിയർ. അല്ല, വീക്ക് ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ മറ്റ് ഫോഴ്സുകൾ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് വീക്ക്, ബട്ട് ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് ഇപ്പോൾ ന്യൂക്ലിയസിൽ നടക്കുന്ന ഡിഫറെൻറ്റ് ഫിനോമിനുകളിൽ വരുന്ന ഫോഴ്സാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിനകത്ത് നടക്കുന്നൊരു പ്രോസസ്സാണ് ഒരു ന്യൂട്രോൺ കൺവെർട്ട് ചെയ്ത് പ്രോട്ടോണും ഇലക്ട്രോണുമാകും കൂടെ ആൻറ്റി ന്യൂട്രിനോ എന്ന് പറയുന്നൊരു പാർട്ടിക്കിളൊക്കെ ഉണ്ടാവും. അതിനെ നമ്മൾ ബീറ്റ ഡീകെ എന്നൊക്കെ പറയും. നിങ്ങൾ റേഡിയോ ആക്ടിവിറ്റി ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഡീകെ ഉണ്ട്, ആൽഫ, ബീറ്റ, ഗാമ. അതിൽ ബീറ്റ ഡീകെയുമായി ബന്ധപ്പെട്ട് വരുന്ന ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്നറിയുക. അപ്പോൾ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നീട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത്ര മാത്രം ഫിസിക്സ്, വേർഡ് മീനിങ്, നേച്ചർ, ഫിസിക്സ് ബേസിക്കലി ഫിസിക്സിലെ ഒരു വലിയ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയ ക്വാണ്ടിറ്റിയാണ് ഫോഴ്സ് എന്നറിയുക. ഫിസിക്സ് പ്രകാരം നേച്ചർ ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഫോഴ്സുകളാലാണ്. ഡിഫറെൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഇത്രയും ഫോഴ്സുകളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും, ടെൻഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും, എന്താ പറയുക, ഇലാസ്റ്റിക് ഫോഴ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. റിമെമ്പർ, ഇതെല്ലാം ഏതിനകത്ത് വരും? ആക്ച്വലി അതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനകത്ത് വരുന്ന ഫോഴ്സാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫണ്ടമെൻ്റലായിട്ട് ഇത്രയേ ഉള്ളൂ. ബാക്കി ഫോഴ്സ് എല്ലാം ഏതിൻ്റെയെങ്കിലും ഒരു ഡിഫറെൻറ്റ് ഫോം ആണെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിൽ അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ ഫിസിക്സ്, നിങ്ങൾ ഫിസിക്സ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അതല്ല, ഫിസിക്സ് കുറച്ച് ടഫാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. എന്തും ആയിക്കൊള്ളട്ടെ, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ 10th വരെ ഫിസിക്സ് പഠിച്ചവരാണ്. നിങ്ങൾക്ക് ഫിസിക്സിൽ നിങ്ങൾ എന്ത് പഠിച്ചു അല്ലേ? അതൊരു ചോദ്യമാണ് അല്ലേ? ഫിസിക്സിൽ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുവാ ഫിസിക്സ് പഠിച്ചത്? ചിലർ പറയും ഫിസിക്സിൽ നമ്മൾ ഫോഴ്സ് പഠിച്ചു അല്ലേ, എനർജിയെക്കുറിച്ച് പഠിച്ചു, മാസ് പറഞ്ഞു, വെയ്റ്റിനെ കുറിച്ച് പറഞ്ഞു, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. ചിലർ പറയും ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനിയിപ്പോൾ പെട്ടെന്ന് പറയാം അല്ലേ, വെലോസിറ്റി, മൊമെൻറ്റം, ആക്സിലറേഷൻ. നോക്കൂ, ഇതെല്ലാം എന്താണെന്ന് ചോദിച്ചാൽ ഓൾ ദീസ് ആർ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഫിസിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്നാൽ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മെഷർ ചെയ്യാൻ നമുക്ക് പറ്റണം. മെഷർ ചെയ്യാൻ പറ്റുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് വരത്തുള്ളൂ, അല്ലാതെ വരത്തില്ല. യു ക്യാൻ മെഷർ ദ ലെങ്ത് ഓഫ് ദിസ് പെൻ. You can measure its weight. You can measure the length of this whiteboard. You can measure a person's height, weight. All these are physical quantities. ഇപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ അവിടെ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല എന്നാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മെഷർമെൻറ്റ്? നോക്കൂ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ വരുമ്പോൾ നമുക്കത് മെഷർ ചെയ്യണം. ഇനി എങ്ങനെയാണ് മെഷർമെൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾക്ക് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അത് ലെങ്ത് ഒരു ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ച് നിങ്ങൾ മെഷർ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ബോർഡിൻ്റെ എന്താ പറയുക ലെങ്ത് മെഷർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ പറയും എനിക്കൊരു സ്കെയിൽ വേണം, റൈറ്റ്? അപ്പം നിങ്ങൾക്ക് മെഷർമെൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കൂ, മെഷർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ്. ഫിസിക്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ രണ്ടായി നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫോഴ്സിനെ ക്ലാസിഫൈ ചെയ്ത പോലെ. അപ്പോൾ സിമ്പിളാണ് അല്ലേ? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. പേരിലുണ്ടേ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, ഫണ്ടമെൻ്റലാണ്. Derived quantities
as the name indicates, they are derived from the fundamentals. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ദേ സ്റ്റാൻഡ്സ് അലോൺ. പക്ഷെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി അതല്ല. യു ക്യാൻ സിംപ്ലിഫൈ ദം or you can express them in terms of fundamentals. മനസ്സിലായോ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ ടേമിൽ എക്സ്പ്രസ് ചെയ്യാന്നേ. ബിക്കോസ് ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചാണ് നമ്മൾ എന്തും സ്റ്റഡി ചെയ്യുന്നത്. മെഷർമെന്റ് ഇല്ലാതെ ഫിസിക്സ് ഇല്ല. ഫിസിക്സിൽ നമ്മൾ എപ്പോഴും പറയും, ഫിസിക്സിൽ ഒരുത്തൻ പറയുകയാണ് പ്രേതമുണ്ടെന്ന്. അങ്ങനെ പ്രേതം ഉണ്ടെങ്കിൽ പ്രേതത്തിനെ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റണം. പ്രേതത്തിൻ്റെ ഹൈറ്റ്, വെയിറ്റ് ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഒരുത്തൻ പറയുന്നു പ്രേതത്തിന് ലൈറ്റിൻ്റെ രൂപത്തിലാണെങ്കിൽ ആ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി പറയണം, വേവ് ലെങ്ത് പറയണം, കളർ പറയണം, വെലോസിറ്റി പറയണം, അല്ലേ? അപ്പോൾ ഇതൊക്കെ പറയാൻ പറ്റിയില്ലെങ്കിൽ ഫിസിക്കലായി അതിനൊരു എക്സിസ്റ്റൻസ് ഇല്ല എന്നാണ്. ഇപ്പോൾ ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തിനേയും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. മെഷർ ചെയ്യണമെങ്കിൽ we need quantities. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇനി ആരൊക്കെയാണ് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? ഇത്രയും ആൾക്കാരാണ് ഫിസിക്സിൽ ഫണ്ടമെന്റൽ. മാസ് ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ലെങ്ത് ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ടൈം ദാറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. മെക്കാനിക്സിൽ ഇത്രയായപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ഫണ്ടമെന്റലുമായി മാസ്, ലെങ്ത് ആൻഡ് ടൈം. മാസ്, ലെങ്ത് ആൻഡ് ടൈം ഇത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസാണ്. ഇനിയുണ്ട് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് ദാറ്റ്സ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റി ദാറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഒരു സർഫസിനെ നിങ്ങൾ ഇലൂമിനേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് പല സോഴ്സ് ഓഫ് ലൈറ്റ് ഉപയോഗിച്ച് ഇലൂമിനേറ്റ് ചെയ്യാം. അപ്പോൾ ആ സർഫസിന് കിട്ടുന്ന ലൈറ്റിൻ്റെ തീവ്രത, ഇൻറ്റൻസിറ്റിയെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. സെക്കൻഡ് ഇയർ ഫിസിക്സിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ മാസ്, ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, കെമിസ്ട്രിയിൽ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് കേൾക്കുന്നതാണ്. ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് substance. ഇത്രയായപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് തീർന്നു. 1 2 3 4 5 6 1 2 3 4 5 6 തീർന്ന. മാസ്, ലെങ്ത്, ടൈം. ഒരെണ്ണമുണ്ട്, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇന്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് റിമെമ്പർ ടെമ്പറേച്ചർ. ഇത്രയായപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് തീർന്നു. മാസ്, ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ആൻഡ് ബാക്കി ഇനി നമ്മൾ പറയാൻ പോകുന്ന എല്ലാം ഏതിലേ വരൂ? ഡിറൈവ്ഡിലേ വരൂ. ഫോർ എക്സാമ്പിൾ, ഇത് ഒരു വൈറ്റ് ബോർഡാണ്, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ക്ലാസ് റൂമാണ്. ഞാൻ ഇങ്ങനെ വെച്ച് വെച്ചു. ക്ലാസ് റൂമിന് ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇതുവരെയുള്ള നീളം, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇതുവരെയുള്ള നീളം. അപ്പോൾ രണ്ടും നീളം തന്നെയാണ്. അപ്പോൾ ലെങ്ത് മീൻസ് ലെങ്ത്, ബ്രെഡ്ത്ത്. എൻ്റെ നീളം, വേറെ ആൾ പറയും എൻ്റെ ഹൈറ്റ്. അപ്പോൾ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ലെങ്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഈ ക്ലാസ് റൂമിൻ്റെ ഏരിയ എനിക്ക് മെഷർ ചെയ്യണം. ഏരിയ, ഹൗ വിൽ യു മെഷർ ഏരിയ ഓഫ് ദിസ് ക്ലാസ് റൂം? അപ്പോൾ ഒരാൾ പറയും സിമ്പിൾ, ഏരിയ കണ്ടുപിടിക്കാൻ റെക്ടാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. That means area is a derived quantity because that can be simplified further. And this area can be expressed in terms of fundamental quantities, so that is a derived quantity. What about volume? അപ്പോൾ നിങ്ങൾ പറയും വോളിയം മീൻസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ക്ലാസ് റൂമിൻ്റെ ഹൈറ്റ് കൂടെ നിങ്ങൾ മെഷർ ചെയ്യണം. So you can simplify that quantity. You can express that in terms of fundamental quantities. So no doubt volume is a derived quantity. അപ്പോൾ ഫിസിക്സിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാലും, ഫോഴ്സ് എന്ന് പറയുമ്പോഴേ നിങ്ങൾ പറയും നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിൽ അറിയാവുന്നുണ്ട് F=ma. That can be simplified further. വെലോസിറ്റി ആയാലും മൊമെൻറ്റം ആയാലും എനർജി ആയാലും ഇപ്പോൾ ഫിസിക്സിൽ ഇത്രയും ഒഴിച്ച് ബാക്കി എല്ലാം എന്തിന് വരും? ഡെറിവേഡ് ക്വാണ്ടിറ്റിയിൽ വരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഒരു ഏരിയ കൂടെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യണം. അത്
യൂണിറ്റ്സ് ആണ്. എന്താ യൂണിറ്റ്സ്? നിനക്ക് ലെങ്ത് മെഷർ ചെയ്യാം. എങ്ങനെ മെഷർ ചെയ്യാം? നിനക്ക് പറയാം, ഒരു പേഴ്സന്റെ ഹൈറ്റ് പറയാം, ദാറ്റ് ഈസ് 1.5 മീറ്റർ. വേറെ ഇറ്റ് ഈസ് 150 സെന്റിമീറ്റർ. സി, ആ ചേഞ്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി. 1.5 meter, other is 1.5 centimeter. You can measure the weight of a person as 80 kilogram, or it is 80,000 gram. എന്താ ഈ മീറ്ററും കിലോഗ്രാമും ഗ്രാമും ഒക്കെ എന്ന് ചോദിച്ചാൽ, സെന്റിമീറ്റർ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ പറയും ദീസ് ആർ ദ വേരിയസ് യൂണിറ്റ്സ്. അപ്പം നമുക്ക് മനസ്സിലായത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യണമെങ്കിലും നമുക്ക് ഒരു യൂണിറ്റ് വേണം. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയാണ്. ഈ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും 1 കിലോയെ എങ്ങനെ ഡിഫൈൻ ചെയ്യൂ? 1000 ഗ്രാം. അല്ലാതെ 1 കിലോ എന്ന് പറയുന്നത് കേരളത്തിൽ 1000 ഗ്രാം, തമിഴ്നാട്ടിൽ പോയപ്പോൾ 500 ഗ്രാം ആയാൽ പൊളിഞ്ഞുപോയി. അതുകൊണ്ടാണ് പറയുന്നത് വാട്ട് ഈസ് യൂണിറ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് ദ സെയിം കൈൻഡ്. എന്താ ഈ സെയിം കൈൻഡ് എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ, ലെങ്ത് ഓഫ് എ പേഴ്സൺ ഈസ് മെഷേർഡ് ആസ് 1.5 കിലോഗ്രാം. ലെങ്ത് ഓഫ് എ പേഴ്സൺ ഈസ് മെഷേർഡ് ആസ് 1.5 കിലോഗ്രാം. നിങ്ങൾ അതെന്ത് സാധനം? ലെങ്ത് ഇങ്ങനെ നമ്മൾ കിലോയിൽ മെഷർ ചെയ്യും. അപ്പോൾ ലെങ്ത് മെഷർ ചെയ്യാൻ നിങ്ങൾക്ക് മീറ്റർ, സെൻറ്റിമീറ്റർ, ഇഞ്ച് അല്ലേ എന്നൊക്കെ പറയാൻ പറ്റൂ. നിങ്ങൾക്ക് മാസിനെ മെഷർ ചെയ്യാൻ കിലോഗ്രാമോ ഗ്രാമോ പൗണ്ടോ മില്ലിഗ്രാമോ കിൻഡലോ ടണ്ണോ ഒക്കെ ഉപയോഗിക്കാം. അല്ലാതെ മാസിനെ മെഷർ ചെയ്യാനായിട്ട് നിങ്ങൾ ആരും പോയി സെൻറ്റിമീറ്റർ മീറ്ററും കൊണ്ടുവരത്തില്ല. അതാ പറഞ്ഞത്, ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി what we record is a standard quantity of the same kind, and that standard quantity is named as a unit. ഇനി ഞാൻ നേരത്തെ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഡിസ്കഷനൊക്കെ സിമ്പിളാണ് അല്ലേ. നമ്മൾ ക്വാണ്ടിറ്റിയെ പറഞ്ഞതുപോലെ, ഫോഴ്സിനെ പറഞ്ഞതുപോലെ, നമ്മുടെ യൂണിറ്റ്സിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. യൂണിറ്റ് 2 ടൈപ്പ് യൂണിറ്റ് ഉണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഫണ്ടമെൻ്റൽ യൂണിറ്റ് and derived units. എന്താ ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിലെ യൂണിറ്റ് അത്ര തന്നെ. യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് are known as fundamental units. Of course, the units of derived quantities are called derived units. So, for example, mass is a fundamental quantity and unit എന്താ? അപ്പോൾ നിങ്ങൾ പറയും അത് കിലോഗ്രാം, ഗ്രാം. But remember, nowadays we are following only as a system international. എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും ഒറ്റ യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ഇല്ലെങ്കിൽ ആകെ കൊഴിഞ്ഞു പോകും. ഇപ്പോൾ ബ്രിട്ടൻ്റെ കോളനിയൊക്കെ ഒരു കാലത്ത് മാസിന് പൗണ്ടാണ് ഉപയോഗിച്ചത്. അതല്ലായിരുന്നു മറ്റു രാജ്യങ്ങളിൽ. അവിടെ കുറേ ആൾക്കാർ കിലോഗ്രാമിൽ ഉപയോഗിക്കും, ചിലർ ഗ്രാമിൽ ഉപയോഗിക്കും. നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ആണെങ്കിൽ പല യൂണിറ്റുകളുണ്ട് അല്ലേടാ. മരച്ചീനി തൂക്കാനായിട്ട് തൂക്ക് ഉപയോഗിക്കും. തൂക്കെന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്, മണ്ണെന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടത്തില്ലെന്നേ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ സിസ്റ്റം ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സിസ്റ്റം ഇൻ്റർനാഷണൽ അഥവാ SI സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരു ഇലക്ട്രോണിൻ്റെ മാസ് കിലോഗ്രാമിലേ പറയൂ, ഒരു പേഴ്സൻ്റെ മാസ് കിലോഗ്രാമിലേ പറയൂ, എർത്തിൻ്റെ മാസും സണ്ണിൻ്റെ മാസും ഒക്കെ എന്തിലേ പറയൂ? കിലോഗ്രാമിലേ പറയൂ. അപ്പോൾ നോക്കൂ, യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ യൂണിറ്റും ഡെറൈവ്ഡ് യൂണിറ്റ്സും ഉണ്ട്. യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ കാൾഡ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് ഓഫ് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ കാൾഡ് ഡെറൈവ്ഡ് യൂണിറ്റ്സ്. ഇനി ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ മാസിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ നിങ്ങൾ പറഞ്ഞുകൊള്ളൂ, മാസിന് ഒറ്റ യൂണിറ്റേ ഉള്ളൂ, കിലോഗ്രാം. ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്തിൻ്റെ യൂണിറ്റ് ഒന്നേ ഉള്ളൂ, മീറ്റർ. പ്രാക്ടിക്കൽ യൂണിറ്റ് നമുക്കുണ്ട്, സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ സ്കൂളിൽ നിന്ന് കടക്കിലേക്കുള്ള ദൂരം ചോദിക്കുമ്പോൾ നിങ്ങൾ മീറ്ററിലേ പറയൂ എന്ന് വാശി പിടിച്ച് കളയരുത്.
അവിടെ നിങ്ങൾക്ക് കിലോമീറ്റർ ഉപയോഗിക്കാം. ദാറ്റ്സ് എ പ്രാക്ടിക്കൽ യൂണിറ്റ്. ഓക്കെ. ടൈമിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റുകൾ ഡിഫറെൻ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ എന്തേ ഉപയോഗിക്കൂ? സെക്കൻഡേ ഉപയോഗിക്കൂ. ആൻഡ് ഫോർ ഇലക്ട്രിക് കറണ്ട് ഇറ്റ് ഈസ് ആംപിയർ. ആൻഡ് ഫോർ ടെമ്പറേച്ചർ സാധാരണ നമ്മൾ പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, SI-യിൽ നിങ്ങൾ കെൽവിൻ എന്ന് പറയുന്ന യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഫോർ ലൂമിനസ് ഇൻറ്റൻസിറ്റി യു ആർ യൂസിങ് കാൻഡില. And for amount of substance it is a mole. So these are the various fundamental units. അപ്പോൾ units of fundamental quantities are called fundamental units. നമ്മൾ ഫോളോ ചെയ്യുന്നത് SI സിസ്റ്റമാണ്. അത് പ്രകാരം ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സംശയം, ഇപ്പോൾ പിന്നെ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായി, ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ദ ഫണ്ടമെൻ്റൽ. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഏരിയ എടുക്കാം. നിങ്ങൾ ഏരിയയുടെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നു, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ലെങ്ത്? ദാറ്റ് ഈസ് മീറ്റർ. ദാറ്റ് ഓഫ് ബ്രെഡ്ത്ത് മീറ്റർ. സോ മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ. സോ വാട്ട് അബൌട്ട് വോളിയം? ഇറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ ഇവിടെ തീർക്കാൻ പോവാണ്. നോക്കിക്കൊള്ളണം. ദാറ്റ് ഈസ് m ഇൻറ്റു m, ദാറ്റ് ഈസ് m ക്യൂബ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക, എന്നിട്ട് അതിൻ്റെ യൂണിറ്റ് ഒന്ന് എഴുതി ഉണ്ടാക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഓക്കെ ദെൻ ബൈ.